നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് കുറച്ച് അത്ഭുതങ്ങളൊക്കെ കാണിച്ച് ഞാൻ അള്ളാന്റെ ആളാണ് എന്ന് വാദിച്ച ഒരാളല്ല. കാലത്തിന്റെ, സാഹചര്യത്തിന്റെ, സമുദായത്തിന്റെ, കുടുംബ ബന്ധത്തിന്റെ ഒന്നും സൃഷ്ടിയല്ല. എലക്ഷനിലൂടെ ആളുകൾ വിജയിപ്പിച്ച സ്ഥാനത്ത് എത്തിച്ചതുമല്ല. ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവേകവും ബുദ്ധിയും സാമർഥ്യവും വ്യക്തിത്വവും എല്ലാം കണ്ടുകൊണ്ട് ഇനി നീ നബിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരോധിച്ചതൊന്നുമല്ല. അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിനാൽ നിയോഗിതനായ അഫ്ളലുൽ ഖൽഖായ, കാലം കാത്തിരുന്ന കാരുണ്യത്തിന്റെ കേദാരമാണ് മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അതുകൊണ്ട് മറ്റുള്ള പ്രവാചകരിൽ നിന്ന് ഹബീബിന് ഒരുപാട് വ്യത്യാസമുണ്ട്. മൂസാ നബി അലി ഇസ്ലാമിനെ കാലം കാത്തിരുന്നിട്ടില്ല. ഈസാ നബി അലി ഇസ്ലാമിനെ ലോകർ മുമ്പ് കാലമായി ഓരോ കാലങ്ങളിലും വന്ന ആളുകൾ പറഞ്ഞു കാത്തിരുന്നതല്ല. ലോകത്തെ ഏത് പ്രവാചകന്മാരെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ സംഭവം നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല, ആ പ്രവാചകന്മാര് മുഴുവനും ഒരു ഗോത്രത്തിലേക്ക് 2 പ്രവാചകൻ, ഒരു കുടുംബത്തിലേക്ക് 3 പ്രവാചകൻ, ഒരു സമുദായത്തിലേക്ക് 10 പ്രവാചകന്മാർ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒരൊറ്റ പ്രവാചകനായ ഒരു കാലത്തുമില്ല. ഇപ്പൊ ഖുർആനിൽ പറഞ്ഞ 25 അമ്പിയാക്കളോട് ചരിത്രം എടുത്ത് പരിശോധിച്ചാലും, ഉലുൽ അസ്മ 5 ആളുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും അവരൊറ്റക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൊട്ടു ശേഷമായി അഫ്ളലായി, മഹാനരായി, തങ്ങളുടെ സ്ഥാനശേഷം സ്ഥാനമുള്ളവരായി മുസ്ലിമീങ്ങൾ പറയുകയും കരുതുകയും ചെയ്യുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം. ആ കാലത്ത് ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഉണ്ട്. ഒരർത്ഥത്തിൽ ഇബ്രാഹിം ഇസ്ലാമിനെ സഹായിക്കുന്ന അവരുടെ കീഴെയുള്ള മറ്റൊരു പ്രവാചകനാണത്. അതുകൊണ്ടാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ അല്ലാഹു തആല പറഞ്ഞു വിട്ടപ്പോ ജോർദാനിൽ പോയി ആ സമുദായത്തെ കീഴ്മേൽ അട്ടിമറിക്കുന്നതിന് മുമ്പ് ഫലസ്തീനിൽ വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് സമ്മതം ചോദിച്ചു. ഞങ്ങൾ ഇങ്ങനെ പോണുണ്ട്, അവിടെ നിങ്ങളോട് വിവരം പറയാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. എന്തിനാ വിവരം പറയണേ? ലൂത്ത് അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബിന്റെ കീഴിലുള്ള ഒരു പ്രവാചകനാണ്. അതുകൊണ്ടാണ് ഏത് പ്രവാചകന്മാരുടെ ചരിത്രം അങ്ങനെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാന്റെ കലീമാണ്, കൂടെ തന്നെ സഹായിയായിട്ടുണ്ട്. അഖീ ഹാറൂൻ അഫ്സഹു മിന്നി, ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ കൂടെ തന്നെ സഹായിയാണ് ഹാറൂൻ നബി അലൈഹി ഇസ്ലാം. ഏത് പ്രവാചകന്മാരെടുത്ത് പരിശോധിച്ചാലും ആ പ്രവാചകന്മാരുടെ ഒക്കെ കൂടെ ഒരു സഹായിയുണ്ട്. അത് തന്നെ 2ഉം 3ഉം പ്രവാചകന്മാർ ഒരു ഗോത്രത്തിലേക്ക്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മഹല്ലിലേക്ക്, ഒരു പഞ്ചായത്തിലേക്ക്, ഒരു വില്ലേജിലേക്ക്, ഒരു ജില്ലയിലേക്ക്, ഒരു സംസ്ഥാനത്തേക്ക്, ഒരു രാജ്യത്തേക്ക്, ഇങ്ങനെയല്ലാതെ പ്രവാചകന്മാരില്ല. എന്നിട്ട് തന്നെ 1, 2, 3, 4, 5 സഹായികൾ കൂടെ ഉണ്ട്. എന്നാൽ ഈ ആള് കണ്ട് വന്നപ്പോഴേ കൂടെ ഒരൊറ്റ സഹായിയായ പ്രവാചകനില്ല. ഒരു ഗോത്രത്തിലേക്കല്ല, ഒരു നാട്ടിലേക്കല്ല, ഒരു കുടുംബത്തിലേക്കല്ല, ഒരു രാജ്യത്തേക്കല്ല, ഒരു ഭാഷയിലേക്കല്ല, ഒരു ദേശത്തേക്കല്ല, ഒരു വർഗത്തിലേക്കല്ല, ഒരു പക്ഷത്തേക്കല്ല, ഒരു വർണ്ണത്തിലേക്കല്ല, ദേശഭാഷകൾക്കതീതമായി, വർഗവർണ്ണനകൾക്കതീതമായി, കക്ഷിപക്ഷ എല്ലാ വിഷയത്തിനും അതീതമായി, മശരിക്ക് മുതൽ മഗ്രിബ് വരെ ഏത് ഭാഷകൾ സംസാരിക്കുന്ന എത്ര കോടികളുണ്ടെങ്കിലും അത് മനുഷ്യർ മാത്രമല്ല, അത് ഭൂതവിഭാഗം മാത്രമല്ല, ഒരു വേള മലക്കുകളേക്ക് പോലും നീളുന്ന നേതൃത്വമാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരിഖൈനി മിൻ ഉർബിൻ വമിൻ നജ്മി മൗലായ സ്വല്ലി വസല്ലം. ഇതിൽ പൊതിഞ്ഞോളൂ, ഉറുമ്പുകൾ മധുരത്തിൽ പൊതിയുന്നത് പോലെ, ചിത്രശലഭങ്ങൾ തേനിൽ പൊതിയുന്നത് പോലെ, സ്വഹാബാക്കൾ പൊതിഞ്ഞതുപോലെ, ലയിച്ചതുപോലെ, ഒട്ടിയതുപോലെ അസ്ഹാബ് മുഹമ്മദ് ജുനൂദുൽ മഹബ്ബ
ഹബീബിന്റെ വ്യക്തിത്വ പ്രതാപത്തിൽ സ്വയം ലയിച്ച പ്രണയ പട്ടാള പടയാണ് സ്വഹാബാക്കളെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ ലോകത്തിന്റെ അഷ്ടദിക്കിലുള്ള മുഴുവൻ ആശിഖീങ്ങളും ഒരുപോലെ കൽബ് സ്പന്ദിച്ചുകൊണ്ട് പതിച്ചുകൊണ്ട് സദാ ഉരുവിടുന്ന, ഓർക്കുന്ന, പറയുന്ന, പ്രകീർത്തിക്കുന്ന, പാടുന്ന, എഴുതുന്ന, കരയുന്ന, ഓർക്കുന്ന, കിനാവ് കാണുന്ന പേരാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇത് കാലം കാത്തിരുന്ന കാരുണ്യത്തിന്റെ മുത്താണ്. കാലം കാത്തിരുന്ന ആളാണ്. അങ്ങനെ ഒരാള് വരാൻ പോകുന്നുണ്ട്. അന്ന് രണ്ട് ജൂത പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയാൽ ഉടനെ സംസാരിച്ചിരുന്നത് വരാൻ പോകുന്ന മുഹമ്മദ് മുസ്തഫാനെ കുറിച്ചാണ്. കുറെ കൂടുതൽ വായിച്ച് പഠിച്ചോളൂ. ഹക്കായ പുസ്തകങ്ങളൊക്കെ ഞാൻ സ്വലാത്ത് അറിയാതെ ചൊല്ലിക്കോളും. ഇല്ലാതെ കുറെ വസ്വാസം പേറി നടക്കണ്ട. ഈ യുക്തിവാദികളുടെ ഹീനമായ ഇടപെടലും അപശബ്ദങ്ങളും കേട്ടിട്ട് സ്വലാത്തിന് ഇരിക്കും ചെയ്യും, സംസാരം കേൾക്കും ചെയ്യും. എന്നാലിപ്പോ ആ പുസ്തകം ഇങ്ങനെ പറയാത്ര മാത്രം ഉണ്ടോ നിങ്ങൾ ചിന്തിക്കണമെന്നല്ല, അതൊക്കെ കുറെ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാലാണ്. അതിന് മാത്രം കാളമൂത്ര പ്രഭാഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ തകൃതമായി വൃത്തികേട് വിളമ്പി വൃത്തികെട്ട അവസ്ഥയിൽ വിചിത്രമായി കാട് കയറി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. കൃത്യമായി ഹബീബിന്റെ ഹക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഴിച്ചു പോകും. ധാരാളം പുതിയതായ വിവാദങ്ങളിൽ ഒന്നെന്താ, ബനൂ ഖുറൈള, അതൊന്ന് സൊഫിയ ബീവിനെ കല്യാണം കഴിച്ചൊന്ന്. എന്താ അതിനെ കുറിച്ചൊക്കെ പറയണങ്ങളറിയാം. സൊഫിയ ബീവിനെ വാപ്പാനെയും കൊന്ന് ഭർത്താവിനെയും കൊന്ന് എന്നിട്ട് സ്വന്തം കെട്ടി. ഇതൊക്കെയാണ് ഇപ്പൊ ഭയങ്കര. അതിങ്ങനെ കേൾക്കുമ്പോ നമ്മുടെ ചെറുപ്പക്കാർക്ക് തന്നെ അത്രക്ക് ഉണ്ടോ? ശരി, അങ്ങനെയൊക്കെ റസൂലുള്ളാഹിന്റെ ചരിത്രത്തിലുണ്ട്. എന്താണ് ഈ സൊഫിയ ബീവി? എന്താ നിങ്ങൾ മനസ്സിലാക്കി? സൊഫിയ ബീവി റസൂലുള്ളാഹിന്റെ സഹധർമ്മിണി ആനേശം പറഞ്ഞൊരു ചരിത്രം ഉണ്ട്. നിങ്ങൾക്കറിയോ? സൊഫിയ ബീവിന്റെ വാപ്പ, സൊഫിയാവിന്റെ ഭർത്താവ്, സൊഫിയ ബീവിന്റെ എളാപ്പ, ഇവര് മൂന്നുപേരും കൂടി ചർച്ച ചെയ്യാണ്. എന്താ ചർച്ച എന്നറിയോ? മദീനയിലേക്ക് മുത്തുനബി വരുന്നതിന് മുമ്പ് ചർച്ചയാണ് മൂന്നാളും കൂടി. എന്താ പറയണത്? അല്ല, നമ്മള് തൗറാത്തിലും ഇഞ്ചിയിലൊക്കെ കാണുന്ന മദീനയിലേക്ക് ഹിജറ വന്നെത്തുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി ഇവരെ ചർച്ചയാണ്. അത് സൊഫിയ ബീവി ഉള്ളെന്ന് കേൾക്കാണ്. മുഹമ്മദ് നബി വരാൻ സമയമായല്ലോ. അപ്പൊ സൊഫിയാവിന്റെ വാപ്പ പറഞ്ഞു, ഞാന് മദീനയിൽ യസ്രിബിൽ എവിടെ പോയാലും ജൂത പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയാൽ അവര് മുഴുവൻ പറയുന്നത് മുഹമ്മദ് നബിയുടെ മഹത്താണ്, വരാൻ സമയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ സൊഫിയ ബീവിയുടെ ബാപ്പന്റെ അനിയൻ എന്ന് പറഞ്ഞാൽ വരെ എളാപ്പ പറയാണ്, അല്ല മദീനത്തേക്ക് എത്തി നമുക്ക് വിശ്വസിച്ചൂടേന്ന്. അപ്പൊ വാപ്പ പറയാണ്, നമുക്ക് പിന്നെ പറയാം, അപ്പൊ ആള് വരണുണ്ട് എന്ന് എല്ലാരും പറയുന്നുണ്ട്, വിശ്വസിക്കണോ വേണ്ടെന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. നിങ്ങൾ കേൾക്കണം, മദീനയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ വരുന്ന സമയത്ത് മസ്ജിദുൽ ഖുബൈലാണ് ആദ്യം ഇറങ്ങിയത്. ആ ഇറങ്ങിയ സമയത്ത് മുസ്തഫ നബിയെ നേരിട്ട് പോയി കണ്ട് കൈ പിടിച്ച് വിശ്വസിച്ചിട്ടില്ല. കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹിനെ നേരിട്ട് ആദ്യം പോയി കണ്ട ഒന്നാമത്തെ ആള് ഈ സൊഫിയ ബീവിന്റെ അച്ഛനാണ്, വാപ്പയാണ്. കൈ പിടിച്ച് റസൂലുള്ളാഹിന്റെ ശരീരമൊക്കെ ഇങ്ങനെ നോക്കി, എന്നിട്ട് മെല്ലെ വീട്ടിൽ വന്നിട്ട് പിന്നെയും ചർച്ച. മൂന്നാള് കൂടി. എന്ത് സംഗതി അതന്നെയാണ് കേട്ടോ. ഏതന്നെ? അതാ അതന്നെയാണ് കേട്ടോന്ന് പറയുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് പറയണേ. ഏതന്നെ? നമ്മൾ തൗറാത്തിലും ഇഞ്ചിയിലൊക്കെ കണ്ട ആളെന്നെയാണ്. ആ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മസ്ജിദുൽ ഖുബാന്റെ അവിടെ, അന്ന് മസ്ജിദ് ഒന്നുമില്ല, അവിടെ ഇരിക്കണ ഞാൻ കണ്ട ആള് അതന്നെയാണ് എന്ന് ഇവര് മൂന്നാളും കൂടി ചർച്ച ചെയ്യുന്നത് ഉള്ളിന്ന് സഫിയ ബീവി കേൾക്കാണ്. അപ്പോ മറ്റാള് എളാപ്പ വാപ്പാനോട് പറഞ്ഞു, അല്ല ഇനി നമ്മൾ മാറിയിക്കണോ, നമ്മൾ ആദ്യാണ്ട് പോയിട്ട് വിശ്വസിക്കല്ലേ എന്ന് വെച്ച്. അതില് സഫിയ ബീവിന്റെ വാപ്പ പറഞ്ഞ്, അതിപ്പോ വിശ്വസിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്, നമ്മളെ മതവും നമ്മുടെ സ്ഥാനമൊക്കെ ആകെ തകിടം മറിയും, അതുകൊണ്ട് സംഗതി അതന്നെയാണ്, പക്ഷെ വിശ്വസിക്കാൻ നിൽക്കണ്ടെന്ന്. ഈ ഒരു കുൻറ്റും പോരും പകയാണ് ഇവര് മുഴുവനും റസൂലുള്ളാഹിന്റെ ശത്രുക്കളായത്, വേറെ ഒന്നുമല്ല. അതാ ഖുർആൻ പറഞ്ഞത്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹും. ഇത് അള്ളാഹുവിന്റെ റസൂൽ വരുന്നതിന്റെ മുമ്പന്നെ ആള് ഏതാണ്, ഇന്നതാണ്, ശരീരം എങ്ങനെയാണ്, ഹൈറ്റ് എത്രയാണ്, വെയിറ്റ് എത്രയാണ്, കളർ എങ്ങനെയാണ്, എവിടെയാ ജനിക്കുക, വാപ്പാരാണ്, ഉമ്മാരാണ്, എവിടെ ഹൈജർ വരെ, എത്ര കൊല്ലം അവിടെ, എത്ര കൊല്ലം ഇവിടെ, എന്തെല്ലാം വിപ്ലവങ്ങൾ എവിടെയെല്ലാം ജയിക്കും, അനുയായികൾ ആരെല്ലാം കൃത്യമായി വ്യക്തമായി ശക്തമായി അറിയുന്ന ആളുകളാണ് അന്നത്തെ മുഴുവൻ ആളുകളും. പക്ഷേ കൃത്യമായി അവർക്ക് പ്രാമാണികമായി അറിയാവുന്ന അല്ലാഹുവിന്റെ റസൂൽ അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ കഫറൂ ബി
റസൂലുള്ളാഹിനെ കൊണ്ട് അവർ അവിശ്വസിക്കുകയാ. ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ. കൃത്യമായി അറിഞ്ഞിട്ടും അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് മാറി നിന്ന് അവിശ്വാസികളായ ധിക്കാരികളില്ലേ, അവർക്ക് അല്ലാഹുവിന്റെ ശാപമാണ്. കൃത്യമായി അറിയുന്ന. ഇനി സൊഫിയാബിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് സൊഫിയാബി ഇതൊക്കെ കേട്ടിട്ടോ, ഇതൊക്കെ കേട്ടിട്ട് തന്റെ ഭർത്താവിന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഭർത്താവിന്റെ മടിയിൽ ഭാര്യ കിടക്കുകയാണ്. ഭർത്താവ് ജൂതനാണ്. അന്ന് റസൂലുള്ള മദീനയിലേക്ക് വന്നിട്ടില്ല. കിടക്കുന്ന സമയത്ത് സഫിയ ബീവി ഒരു കിനാവ് ആണ്. എന്താ കിനാവ്? മദീനയിൽ ഒരു ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട്. അത് നേരെ സഫിയ ബീവിന്റെ മടിയിൽ വന്ന് വീണിട്ടുണ്ട്. അപ്പൊ ഈ ഭർത്താവ് സ്വപ്ന വ്യാഖ്യാനത്തിൽ അതിവിദഗ്ധനാണ്. നീച്ചിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ ഒരു കിനാവ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ചു? അവ പറഞ്ഞു, ഞാൻ മദീനത്ത് ഒരു അമ്പിളിങ് കണ്ട് വീണ് അതിന്റെ മടിക്കായിരുന്നു പറഞ്ഞു. നീച്ചിട്ട് മോന്ത കുറേട്ടടിയാണ് കൊടുത്തു. അടിച്ചിട്ട് പറഞ്ഞു, എന്താ അന്ത്യപ്രവാചകനായ മുഹമ്മദിന്റെ ഭർത്താവായി സ്വീകരിക്കുക? മൂപ്പനക്കറിയാം അതിന്റെ വ്യാഖ്യാനം ഇതാണ് എന്നറിയാം. അന്ത്യപ്രവാചകനായ മുഹമ്മദിനെ ഭർത്താവായിട്ട് സ്വീകരിക്കുകയാണോ നീ എന്നിട്ട് ഒരട്ടടിയാണ് കൊടുത്ത്. കാരണം ഇതിന്റെ വ്യാഖ്യാനം എന്റെ മടി കിടക്കണ ഈ ഭാര്യ നാളെ അന്ത്യപ്രവാചകന്റെ ഭാര്യ ഒന്ന് ഇയാൾക്ക് അറിയാം. ഇതൊന്നും വെറുതെ ഒരു കടങ്കഥല്ല, ഇമാമിങ്ങൾ ഉദ്ധരിച്ചതാണ്. അള്ളാന്റെ റസൂലിന്റെ ഭാര്യയായിട്ട് സൊഫിയാബി വരുന്ന സമയത്ത് കർണക്കുട്ടിയിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു, വിരലിന്റെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇങ്ങനെ തടവിട്ട് വെച്ച്, സൊഫിയ ഇതെന്താ അടയാളം എന്ന് വെച്ച്. അപ്പൊ പറഞ്ഞു, നിങ്ങളെ കിനാവ് കണ്ടിട്ട് പഴയ കാലത്ത് കിട്ടിയ അടിയാണ്. ഏതാണ് ഇയാള്? കാലം കാത്തിരുന്ന മഹാനാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. ജനിക്കുന്ന സമയത്ത് വാനലോകത്തുള്ള നക്ഷത്രങ്ങൾ നോക്കിയിട്ട് അന്നുള്ള പാതിരിമാരും പുരോഹിതന്മാരും പറഞ്ഞിരുന്നു, ഈ നക്ഷത്രം ഉദിക്കുന്ന സമയത്ത് അബ്ദുല്ലാക്ക് ഒരു കുട്ടി പറക്കാനുണ്ട്. ഈ കാലഘട്ടത്തിന്റെ പ്രവാചകൻ അതാണ്. കുന്നിന്റെ മുകളിൽ പർണശാല കെട്ടി ഏകാന്തനിമിതരായി കഴിയുന്ന പല പുരോഹിതന്മാരും പറഞ്ഞത് അതേപടി അന്ന് ആമിന ഉമ്മ പ്രസവിച്ചത് ശരിയാണ് എന്ന് ചരിത്രം അടയാളപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ റസൂല് വരുന്നതിന്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്നുള്ള പാതിരിമാരുടെ പുരോഹിതന്മാരുടെ ജൂതന്മാര് ക്രിസ്ത്യാനികളൊക്കെ യുദ്ധങ്ങൾക്ക് പുറപ്പെടുന്ന സമയത്ത്, പുറപ്പെടുന്നതിന്റെ പ്രാരംഭത്തിൽ ഒരുങ്ങുന്ന സമയത്ത് സർവശക്തനായ അള്ളാഹുവിനോട് ഭക്തനിർഭരമായി പ്രാർത്ഥിച്ചിരുന്നത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്. റാസി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്. ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്. പല പണ്ഡിതന്മാരും എഴുതി വെക്കുകയാണ്. അല്ലാഹുവേ, ഇത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് വരുന്നതിന്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അവർ അന്ന് തന്നെ ദുആ നടത്തുകയാണ്, റബ്ബുൽ ആലമീനേ, ഞങ്ങൾ പുറപ്പെടുന്ന യുദ്ധത്തിൽ ഞങ്ങൾക്ക് നീ അന്ത്യപ്രവാചകനായി പിന്നീട് കടന്നു വരുന്ന ഞങ്ങൾ തൗറാത്തിലും ഇഞ്ചീലിലും കൃത്യമായ അടയാളങ്ങൾ സഹിതം വിശേഷണം സഹിതം കാണുന്ന മുഹമ്മദ് നബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് യുദ്ധത്തിൽ വിജയം താ റബ്ബേ. റസൂലുള്ളാഹിനെ തവസ്സുലാക്കിയിട്ടുള്ള പ്രാർത്ഥന മുത്തനബി വന്നതിന് ശേഷം തുടങ്ങിയതല്ല, മഹ്ദൂമങ്ങൾ മൗലിദിൽ കൊണ്ടുവന്നതല്ല. അത് ആദം അലൈഹിസ്സലാമിന്റെ കാലം തൊട്ട് തുടങ്ങിയ പ്രാർത്ഥനയാണ്. കാലം കാത്തിരുന്ന മുത്താണ് മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാരെ നന്നായി പഠിക്കണം. നമ്മളീ മനസ്സിലാക്കിയ പോലെ ഒരു 40 കൊല്ലമൊക്കെ കളവൊന്നും പറയാതെ എങ്ങനെ ജീവിച്ച് 40ാമത്തെ കൊല്ലം എന്നാ ഞാൻ നബിയാന്ന് പറഞ്ഞ്. അപ്പൊ ആളുകൾ എന്താ തെളിവ് എന്ന് വെച്ച്. അപ്പൊ ചന്ദ്രനാണ് പിളർത്തി കാണിച്ചു കൊടുത്ത്. അപ്പൊ എല്ലാരും കൂടി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനൊന്നും വിശ്വസിക്കാൻ പണ്ഡിതന്മാരെ കിട്ടൂല, നാടന്മാരെ കിട്ടും. നാടന്മാർക്ക് കുറച്ച് അത്ഭുതം ഉണ്ടെങ്കിൽ എല്ലാവരും അവിടെ ഉണ്ടാവും. പണ്ഡിതന്മാർ പ്രാമാണികമായിട്ടാണ് ചോദിക്കും, കിതാബിൽ കാണിച്ചു തരാൻ ചോദിക്കും. അപ്പൊ തൗറാത്തിൽ ഇഞ്ചിലൊക്കെ വരി വരിയായി കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് കാത്തിരുന്ന പ്രവാചകനാണ്. അള്ളാഹു ഹബീബിനെ അതിരറ്റ് സ്നേഹിച്ച് അവിടത്തിൽ ലയിച്ച് ജയിക്കുന്ന പാർട്ടികളിൽ അള്ളാഹു പെടുത്തട്ടെ. നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ യാത്രയിലാണെങ്കിലും, നിങ്ങൾ യോഗത്തിലാണെങ്കിലും, ഒറ്റക്കാണെങ്കിലും, കൂട്ടുബന്ധത്തിലാണെങ്കിലും, കല്യാണ പന്തലിലാണെങ്കിലും, മണ്ഡപത്തിലാണെങ്കിലും, ഫ്ലൈറ്റിലാണെങ്കിലും. എന്നോട് അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങനെ റബീഉൽ അവ്വൽ 1 ഇങ്ങനെ വരുമ്പോ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ മങ്കൂസിൽ തോന്നിയിരുന്നു. സുബ്ഹാനല്ലാഹ്.
ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. ഇതിനേക്കാൾ ബർക്കത്തുള്ള യാത്രയുണ്ടോ? യുഎഇയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇല്ലേ? മദീനയിൽ ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇല്ലേ? ബഹ്റൈനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇല്ലേ? കുവൈറ്റിൽ പണിയെടുക്കുന്ന ആളുകൾ ഇവിടെ ഇല്ലേ? ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പല സ്ഥലത്തും പ്രഭാഷണത്തിന് പോയ ഒരു അന്വേഷകനായ മുത്തഅല്ലിം എന്ന നിലയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കും ഉറപ്പിക്കാമല്ലോ, പ്രത്യേകിച്ച് അപകട സാധ്യതയുള്ള മുഴുവൻ റോഡുകളിലും വളവുകളിലും കയറ്റങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് സ്വല്ലൂ അലൻ നബിയിൽ മുസ്തഫ. എന്താ യുഎഇ ഗവൺമെന്റ് വളവുള്ള സ്ഥലങ്ങളിൽ ഇത് എഴുതി വെക്കാൻ കാരണം? എന്താണ് സൗദി ഗവൺമെന്റ് അപകടമുള്ള സ്ഥലങ്ങളിൽ ഇത് എഴുതി വെക്കാൻ കാരണം? എന്താണ് അതിന്റെ അർത്ഥം? സ്വല്ലൂ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ ഡ്രൈവർമാര്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ യാത്രക്കാരെ, മുസ്തഫ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കോ. കാരണം അപകടങ്ങളിൽ നിന്ന്, അപജയങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, ചപ്പിക്കിടക്കുന്ന വണ്ടിയിൽ നിന്ന്, വെട്ടിപ്പൊളിച്ചെടുക്കുന്ന മയ്യിത്താകുന്ന ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വിഭവമാണ്, വജ്ര ആയുധമാണ് സ്വലാ. ആ സലാത്ത് അധികരിപ്പിച്ച് രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു പെടുത്തട്ടെ. സലാത്ത് ചൊല്ലി ചൊല്ലി ഇത്തിരി കുഴപ്പക്കാരൊക്കെ ആണെങ്കിലും സാരില്ല, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, അള്ളാഹു തആല പുറത്തേരും. അത് കരുതിയിട്ട് ദോഷം ചെയ്യണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മനുഷ്യരെന്ന നിലയിൽ കുറച്ച് കുഴപ്പങ്ങൾ എല്ലാവരുടെ അടുത്തുണ്ടാവും, കുറച്ച് കൂടുതൽ എൻ്റെ അടുത്തുണ്ടാവും, അതിന്റെ കുറച്ച് താഴങ്ങളുടെ അടുത്തുണ്ടാവും. സന്തോഷായില്ലേ? സന്തോഷായില്ലേ? ഞാൻ നേരെ തിരിച്ചാണ്ട് പറഞ്ഞു, നിങ്ങളെ മുഖമൊന്നും ഇത്ര ചിരിയിലുണ്ടാവില്ലേ? ഞാൻ നേരെ തിരിച്ചാണ്ട് പറഞ്ഞു നോക്കാം, കുറെ കുഴപ്പങ്ങൾ എൻ്റെ അടുത്തുണ്ടാവും, കുറച്ചിൻ്റെ അടുത്തുണ്ടാവും തന്നെ ആരാണ്ടറ ചെയ്യുന്നതായിരിക്കും നിങ്ങളെ മനസ്സിലുണ്ടാവും. അത് പൊതു സ്വഭാവം. പരമാവധി നിങ്ങൾ സന്തോഷിച്ചോട്ടെ എന്നൾക്ക് ഞാൻ ഒരു സത്യം പറഞ്ഞതാണ് കേട്ടോ. കുറെ കുഴപ്പങ്ങൾ എൻ്റെ ഉണ്ടാവും, കുറച്ച് നിങ്ങളുടെ അടുത്തുണ്ടാവും. ഇതൊക്കെ അള്ളാഹു തആല പരിഹരിക്കും. എൻ്റെ ഇതാണെന്നോ, ഹബീബിനെ അങ്ങോട്ട് നെഞ്ചിലേറ്റി സലാത്തിന്റെ അണ്ണാക്കും കൽബും ചുണ്ടും ഈ നനവ് അണ്ണാക്കിൽ ഇടക്കിടക്ക് കൊടുക്കുക. എന്നാ ഈ അണ്ണാക്കിൻ്റെ ഉള്ളിൽ നിന്ന് ലാസ്റ്റ് ഉണ്ട് ഒരു സാധനം കണ്ട് വരാന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തട്ടെ. ഈ സാസിൽ മഹാന്മാരായ തങ്ങന്മാരൊക്കെ ഉണ്ട്. അള്ളാഹു തആല അവരെ ബർക്കത്തോണ്ട് ഈ സാസ് കബൂലാക്കി തരട്ടെ. അള്ളാഹു പറഞ്ഞവും കേട്ടോ കബൂലാക്കട്ടെ. യാത്രക്കാരെ ഇരിക്കുന്ന സാസിൽ ദീർഘമായൊരു പ്രസംഗം ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ക്ലാസ് എന്നിലപ്പുറം ഒരു ക്യാപ്സൂൾ ആക്കി തരുന്നത്. ഇത് മതി, ഇതിങ്ങനെ കേൾക്കുക. നീ രാത്രി ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി ഞാനുണ്ടാവും, വരിക എല്ലാവരും. അവിടെയും പറയാം, എവിടെയും പറയാം, എപ്പോഴും പറയാം. മദീനയിലൊക്കെ അങ്ങനെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണപ്പരയിൽ അവരെ ഏറ്റവും വലിയ ആനന്ദം അറിയോ? കുട്ടികൾ കൂടിയിട്ട് ഇങ്ങനെ പാട്ട് പാടുക റസൂലുള്ളാഹിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് തങ്ങളെ കിട്ടണില്ലല്ലോ, അപ്പൊ നാലാള് കൂടിയ പാടുക, പറയാ, ചെയ്യ, ആഘോഷ പ്രകടനം. ഇതിലൊക്കെ റസൂലുള്ളാഹി സന്തോഷിക്കും. ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ നമുക്കും സന്തോഷിക്കണം. പിന്നെ എന്തിനുണ്ടാവും അന്നാസു അദാവു മജയിൽ. ഭാഗ്യമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്, ഓലിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നടക്കും. സിദ്ദീഖുൽ അക്ബർ നടത്തിക്കണോ, മുഖത്താവ് നടത്തിക്കണോ, ഓലക്കപ്പം മദ്രസ നടത്തിക്കണല്ല, ഓലക്കപ്പം സംഘടന ഉണ്ടായിക്കണം, ഓലക്കപ്പം നോട്ടീസ് ഒട്ടി അടച്ചു. ഇതൊക്കെ പോലും ചെയ്യണില്ലേ? അവര് ചെയ്ത് മാത്രമേ അതേപടി ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൽക്കാരം, ഇന്നത്തെ നിക്കാഹ്, ഇന്നത്തെ കല്യാണ മണ്ഡപം, ഇന്നത്തെ പന്തല്, ഇന്നത്തെ സംഘടന, ഇന്നത്തെ മാസികകള്, ഇന്നത്തെ സംവിധാനങ്ങൾ, ഇന്നത്തെ രൂപത്തിൽ പള്ളി ഉണ്ടാക്കൽ പോലെ നടത്തിയിരിക്കല്ലോ. ഇന്നത്തെ രൂപത്തിലുള്ള പള്ളി ഒന്നുമില്ല, ഒന്നുമില്ല. അപ്പൊ എന്താണ് ബിദ്അത്ത്, എന്താണ് സുന്നത്ത്? ഇതൊന്നും പഠിക്കൂല. എല്ലാ നന്മകളെയും മുടക്കി അങ്ങനെ നടക്കും. അവർക്ക് മറുപടി കൊടുക്കാനും നമ്മൾ വേണ്ട. നമ്മളെ സമയം വെറുതെ കളിയല്ലേ. നേരിട്ടൊന്ന് ഇരുന്ന് സംസാരിച്ച ഒരു പുറത്തോട്ടും ഉണ്ടാവില്ല. നേരിട്ടൊന്ന് വിളിച്ചിട്ട് വന്ന് സംസാരിച്ചാൽ ഒരു പുറത്തോട്ടും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അവരവരെ പണിയെടുക്കട്ടെ. ഓരോ ദിവസം നേരം വെളുത്താൽ ഓരോരുത്തരെ പണിയെടുക്കും. നരകക്കാരെ പണിയെടുക്കും, സ്വർഗക്കാരെ പണിയെടുക്കും. നമ്മളെ പണിയെടുക്കുക. അവരെ പണിയേറ്റ് പോയിക്കോട്ടെ. അതിന് മറുപടി വരാൻ അടച്ചു പൂട്ടാനൊന്നും നമ്മളില്ല. ഹക്ക് മനസ്സിലാക്കിയിട്ട് അള്ളാന്റെ ഹബീബിനെ നെഞ്ചിലേറ്റി പാടി പറഞ്ഞ് സന്തോഷിച്ച് മരിക്കണ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തട്ടെ. പൊതുവെ എല്ലാവരും വല്ലാത്ത വിഷമത്തിലാ, കച്ചവടക്കാരൊക്കെ ഡിമ്മിലാപ്പുള്ളത്.
പല രീതിയിലും കടത്ത് കുടുങ്ങിയിട്ട് ഒരുപാട് ആളുകൾ ദുആക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹൈറും ബർക്കത്തും. ലോകം മുഴുവനും ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഗൾഫിലൊക്കെ വിളിച്ചാൽ എല്ലാവരും പ്രതിസന്ധിയിലാണ്. എന്താന്ന് അറിഞ്ഞൂടാ. ഏതായാലും അള്ളാഹു പ്രതിസന്ധികളിൽ നിന്ന്, സഹിക്കാൻ കഴിയാത്ത പ്രയാസ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഗൾഫിൽ നിന്ന് പല ആളുകളും പല വിഷയങ്ങളും സൂചിപ്പിച്ച് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടികളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് വണ്ടിക്ക് പെട്ടെന്ന് കേടുപാട് സംഭവിക്കുകയാണെന്ന് പറഞ്ഞ് ദ്വാരക്കാൻ ആവശ്യപ്പെട്ട ആളുകളുണ്ട്. അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ. നാട്ടിൽ പല കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചവരുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി അറിയിച്ചുകൊണ്ട് അള്ളാഹു എല്ലാ കടങ്ങളും എല്ലാവർക്കും വീട്ടി കൊടുക്കട്ടെ. അള്ളാഹു പ്രതിസന്ധികളിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. രോഗങ്ങളിൽ നിന്ന് ശിഫാ നൽകണേ അല്ലാ. കടത്തിൽ കൊടിക്ക് ഞെരുക്കല്ല അല്ലാ. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാ. കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. ഇൽമുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. യാത്രയിൽ സുരക്ഷിതത്വം നൽകണേ അല്ലാ. ഖൽബിൽ റാഹത്ത് നൽകണേ അല്ലാ. യഖീൻ നൽകണേ അല്ലാ. മാരിഫത്ത് നൽകണേ അല്ലാ. മഹബ്ബത്ത് നൽകണേ അല്ലാ. കൂടെയുള്ളവരിൽ പലരും ഖബറിലാണ്. നീ ഖബർ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മരണം ഹൈറുള്ള മാസത്തിൽ, നന്മയുള്ള ദിവസത്തിൽ, ഉത്തമമായ വഖത്തില് ദിക്ർ ഉറക്കെ ചൊല്ലി സ്വർഗം കണ്ട് ചിരിച്ചാക്കണേ അല്ലാ. അത് ഏറ്റവും ശറഫാക്കപ്പെട്ട സ്ഥലത്താക്കണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير. سبحان ربك رب العزة الحمد لله رب